നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസിലെ തേർഡ് സെമസ്റ്റർ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് എവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടു മുൻപത്തെ യൂണിറ്റിൽ എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന ഈ ഒരു പഠനശാഖ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികാസം പ്രാപിച്ചത്, അതിന്റെ എവല്യൂഷൻ പരിണാമം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ എവല്യൂഷനും ഗ്രോത്തും എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് രാഷ്ട്രതന്ത്രത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നടക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അവിടെ നമ്മൾ പലതരത്തിലുള്ള ഭരണ രീതികളെ കുറിച്ച്, പല ഗവൺമെന്റുകളെ കുറിച്ച്, ഈവൻ വിവിധ സമൂഹങ്ങൾക്കിടയിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച്, പൊളിറ്റിക്കൽ കൾച്ചറിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പഠനം നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ശാഖയല്ല. അത് കാലികമായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണ്. അപ്പൊ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം തന്നെ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ അതിൻ്റെതായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി രാഷ്ട്രീയത്തിന്റെ പഠനത്തിന്റെ സമീപനങ്ങളിലും അതിന്റെ ഉള്ളടക്കത്തിലും ഒക്കെ തന്നെ ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് പ്രകടമാണ് താനും. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം, അതായത് ഇതിന്റെ പരമ്പരാഗത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ ട്രഡീഷണൽ ഫേസ് എന്ന് പറയും അല്ലെ. അപ്പൊ ട്രഡീഷണൽ ഫേസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഒരു വിവരണാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു ആദ്യകാലത്തേത്. അപ്പൊ താരതമ്യ പഠനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾക്കിടയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളെ കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് ഇതിന്റെ ആദ്യ ഘട്ടത്തില് നടന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നത് പിന്നീടാണ്. അപ്പൊ അതിന്റെ പരമ്പരാഗത ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പഠനം, താരതമ്യ പഠനം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത്, പൊതുവെ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത്രമാത്രം ഓൾഡർ ആയിട്ടുള്ള ഒരു പഠന രീതി അല്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്മള് മറ്റു പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള, ഈ അടുത്തിടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ അതിലെ തന്നെ പാരമ്പര്യ രീതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് തന്നെ കമ്പാരിറ്റീവ്ലി അധികം പഴക്കമില്ലാത്ത ഒരു സ്ട്രീമാണ്. അപ്പോൾ അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ അതില് ഒന്നാമത്തെ ഘട്ടം, അതായത് പാരമ്പര്യ ഘട്ടം എന്ന് പറയുന്നത് വളരെ വിവരണാത്മക സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. അവിടെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്തിരുന്നത്. ആദ്യഘട്ട പഠനത്തില് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് മുന്നോട്ട് പോയത്. പിന്നീട് അതില് ഭരണഘടനകളെ കുറിച്ച്, നിയമനിർമ്മാണത്തെ കുറിച്ച്, നിയമനിർമ്മാണ സഭകള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിന്റെ എന്ന് വെച്ചാൽ വളരെ ഫോർമൽ ആയിട്ടുള്ള സബ്ജക്ട്സ്, വളരെ ഔപചാരികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഇതിന്റെ ആദ്യഘട്ടത്തില് പഠനം വരുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലാണ് നമുക്കൊരു യൂറോ സെൻട്രിക് പഠനം, അതായത് ഒരു യൂറോപ്പ് കേന്ദ്രീകൃത പഠനം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഐഡിയൽ ആയിട്ട് എടുത്തുകൊണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളെ ഐഡിയൽ ആയിട്ട് എടുത്തുകൊണ്ട് അവരുമായിട്ട് കമ്പയർ ചെയ്ത്, അതാണ് ഐഡിയല്. അതിനോട് നമ്മുടെ ഈസ്റ്റേൺ രാജ്യങ്ങള്, പൗരസ്ത്യ രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം പാശ്ചാത്യ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ട് എത്രമാത്രം പുറകിലാണ്, അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ഇനി എത്രത്തോളം മുന്നേറാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ ഘട്ടത്തില് നടക്കുന്നത്. അപ്പോൾ ഈ ഘട്ടം തീർച്ചയായിട്ടും അത്രയൊന്നും യഥാതഥമായിട്ടുള്ള ഒരു ഘട്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരു കാരണവശാലും ഒരു യൂറോപ്പിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ദ ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞു വെക്കാൻ പറ്റില്ല. അതിന് വേറെയും ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് പിൽക്കാലത്താണ് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ. അപ്പോ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള്, ഈ ഏഷ്യയിലെ തന്നെ അത്ര പ്രമുഖമല്ലാത്ത ഏഷ്യൻ
രാജ്യങ്ങളൊന്നും തന്നെ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗത്തിൽ അതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ അപ്പൊ ഈ യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു പഠനം എന്ന് പറയുന്നത് അത്രത്തോളം എല്ലാത്തൊരു ഹോൾ എംബരാസിംഗ് ആയിട്ടുള്ള ഒരു രീതിയല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ പരിണാമം സംഭവിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്, കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. നമ്മളിപ്പോ ഈ മൊബൈൽ ഫോണുകളുടെയൊക്കെ പരിണാമം നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ നടന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പഴയ ഫോണുകൾ മുതൽ ഇങ്ങോട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഫോണുകളിലേക്കുള്ള ഒരു പരിണാമം എങ്ങനെയാണ്, അത് ഓരോന്നിന്റെയും ഡ്രോബാക്ക് ഇല്ലാതെയാക്കിക്കൊണ്ട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് മെച്ചപ്പെടുത്തിയാണ് ഈ ഒരു എവല്യൂഷൻ സംഭവിക്കുക. അപ്പോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും ഈ ഒരു എവല്യൂഷനിൽ ഈ ഒരു മെച്ചപ്പെടുത്തലുകൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് ചരിത്രപരവും അതുപോലെ നിയമപരവും, അതായത് ലീഗലുമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആൻഡ് ലീഗൽ അപ്രോച്ചാണ് പിന്നീട് വരുന്നത്. ഇത് ചരിത്രപരമായിട്ടുള്ള, നമ്മൾ ഇപ്പോ ഈ യൂറോ സെൻട്രിക്കിന്റെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് അത് ചരിത്രത്തെ നിരാകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ. ചരിത്രത്തിനെ അത് അങ്ങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ്. എന്നാൽ ചരിത്രത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രപരമായിട്ട് ഓരോ പ്രദേശത്തിന്റെയും രാഷ്ട്രീയ സ്വഭാവത്തെയും രാഷ്ട്രീയ സംസ്കാരത്തെയും ഒക്കെ അവലോകനം ചെയ്യാൻ കൂടി ഈ മൂന്നാമത്തെ ഘട്ടത്തിന് സാധിക്കുന്നുണ്ട്. അതായത് ചരിത്ര നിയമപരമായിട്ടുള്ള സമീപനമാണ് ഇവിടെ. അപ്പൊ ചരിത്രപരമായ വിവരങ്ങളും അതിന്റെ നിയമ വ്യാഖ്യാനങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്പാരിറ്റീവ് പഠനം, ഒരു താരതമ്യ പഠനം, അതാണ് ഈ ഒരു രീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ ഈ രീതിയിൽ കാര്യമായിട്ടുള്ള ശാസ്ത്രീയ രീതികൾ നമുക്ക് അവലംബിക്കാൻ പലപ്പോഴും സാധിക്കാത്ത ഘട്ടങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആധുനിക ഘട്ടമാണ്. അവിടെ ആധുനിക ഘട്ടത്തില് ഈ ഒരു ഫേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ബിഹേവിയറലിസം കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ പെരുമാറ്റ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനം, പഠനം, ഇത് ഏകദേശം 1950-കൾക്ക് ശേഷമാണ് ഈ ഒരു രീതി കടന്നു വരുന്നത്. അപ്പൊ താരതമ്യ രാഷ്ട്രീയ പഠനത്തില് ഈ ബിഹേവിയറലിസ്റ്റ് പഠനങ്ങളുടെ ഒരു വിപ്ലവം തന്നെ ഈ ഒരു കാലഘട്ടത്തില് ഉണ്ടായിട്ടുണ്ട്. ഇനി സ്ഥാപനങ്ങൾ മാത്രമല്ല, അവിടെ രാഷ്ട്രീയ പെരുമാറ്റം, മനോഭാവം, രാഷ്ട്രീയ പങ്കാളിത്തം, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും പഠനവിധേയമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ചുകളുടെ തുടക്കം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ സർവേകളും പലതരത്തിലുള്ള കാൽക്കുലേഷൻസ്, പലതരത്തിലുള്ള കണക്കുകളൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ പല രാഷ്ട്രീയ ചിന്തകന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇനി സാധാരണക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇന്റർവ്യൂസ്, അഭിമുഖങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പിന്നെ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങൾ വരാനൊക്കെ തുടങ്ങിയത് ഈ ഒരു ഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഈ പുതിയ ആശയങ്ങൾ, അതായത് പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയ ഇതൊക്കെ ആധുനികമായിട്ടുള്ള ചില ടേംസ് ആണ് അല്ലെ. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ടേംസ് ആണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. നമ്മൾ സാമൂഹ്യവൽക്കരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സോഷ്യോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോഷ്യൽ വാല്യൂസ് ഒരു ചെറിയ കുട്ടി ആർജിച്ചെടുത്ത് അവനൊരു മുതിർന്ന വ്യക്തിയായി മാറുമ്പോഴത്തേക്ക് അവനിൽ ഉള്ള ഈ പറയുന്ന സാമൂഹിക എലമെന്റുകളൊക്കെ അത് നമ്മുടെ സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് അവൻ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇപ്രകാരം സാമൂഹിക എലമെന്റുകൾ ആർജിക്കുന്നു എന്നതിൽ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നൊരു ടേം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൾച്ചർ, ഇനി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, രാഷ്ട്രീയ പങ്കാളിത്തം, രാഷ്ട്രീയ പ്രക്രിയകളിൽ നമ്മൾ പങ്കാളികളാവുന്നത്, അത് ഇലക്ഷനിലൂടെ ആവാം, നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിലൂടെ ആവാം. ഇനി ഏറ്റവും മിനിമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ട് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്നത് വരെ എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയും വൈഡ് ആയിട്ടുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ
ഈ ഒരു ഘട്ടത്തിലാണ് വന്നു തുടങ്ങിയത് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ ആശയങ്ങൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയ ആശയങ്ങൾ, സോഷ്യലൈസേഷൻ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ തുടങ്ങിയ ആശയങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഗബ്രിയേൽ ആൽമണ്ടും അതുപോലെ ഡേവിഡ് ഈസ്റ്റൺ തുടങ്ങിയ ചിന്തകരാണ്. ഈ പേരുകൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഗബ്രിയേൽ ആൽമണ്ടിനെയും അതുപോലെ തന്നെ ഡേവിഡ് ഈസ്റ്റണെയും നമുക്ക് പരിചിതരാണ്. പക്ഷെ അവര് ഈ ടേംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ആണ്. ഘടനയും അതിന്റെ പ്രവർത്തനവും, അല്ലെ, സ്ട്രക്ചറും ഫങ്ഷനും ധർമ്മവും, അല്ലെ. അപ്പൊ ഈ ഘടനയും പ്രവർത്തനവും അല്ലെങ്കിൽ ഘടനയും ധർമ്മവുമായി ബന്ധപ്പെട്ട സമീപനമാണ് ഇത്. അപ്പൊ ഗബ്രിയേൽ ആൽമണ്ട് തന്നെയാണ് ഈ ഒരു ആശയവും സമീപനവും അവതരിപ്പിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒരു സമഗ്ര സംവിധാനമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതില് വിവിധ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്ട്രക്ചർ, അതുപോലെ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന്റെ പഠനത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ നിയമനിർമ്മാണ സഭ, ആ നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണം നടക്കുന്നതിനെ കുറിച്ച്, എക്സിക്യൂട്ടീവ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച്, ജുഡീഷ്യറിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതിന്റെ നിയമവ്യാഖ്യാനങ്ങൾ നൽകുന്നതിനെ കുറിച്ചൊക്കെ ഇതില് പഠനം നടക്കുന്നു എന്നുള്ളതാണ്. ഇനി രാഷ്ട്രീയ വികസന സമീപനമാണ് മറ്റൊന്ന്, അതായത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അപ്രോച്ച്, അതാണ് മറ്റൊന്ന്. ഇത് 50-കൾക്ക് ശേഷം, അതായത് 1950-60 കാലഘട്ടങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു രീതിയാണ്. ഇത് വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ, നമ്മൾ ഈ ക്ഷേമരാഷ്ട്രം എന്നൊരു സങ്കല്പം ഉണ്ട്, അല്ലെ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തില് ജനങ്ങളുടെ പരമാവധി ക്ഷേമം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. ഈ ക്ഷേമം നൽകുക എന്ന് വെച്ചാൽ രാജ്യം വികസിക്കുക, വികസനം നടപ്പിലാവുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വികസനം കൂടി രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെ കുറിച്ച്, അതിന്റെ ആധുനികവൽക്കരണത്തെ കുറിച്ച്, അവിടെ നിർമ്മിക്കപ്പെടുന്ന പോളിസികളുടെ, നടപ്പിലാക്കപ്പെടുന്ന പോളിസികളുടെ ഒക്കെ കാര്യക്ഷമതയെ കുറിച്ചൊക്കെ ഈ ഒരു ഘട്ടത്തില് പഠനം നടന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചിന്തകന്റെ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അതായത് ലൂഷ്യൻ പൈ ആണ് ഒന്നാമത്തേത്. ലൂഷ്യൻ പൈയും അതുപോലെ തന്നെ ലിപ്സെറ്റുമാണ്, SM ലിപ്സെറ്റുമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ചിന്തകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പേരുകള്, പയ്യെയും അതുപോലെ തന്നെ ലിപ്സെറ്റിനെയും നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ വരുന്ന മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് അപ്രോച്ച് ആണ്. മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങൾക്ക് പൊളിറ്റിക്സിലുള്ള പ്രാധാന്യം പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം മാർക്സിസ്റ്റ് അപ്രോച്ച് അത് ഏത് മേഖലയിലാണെങ്കിലും അതിന് സാമ്പത്തിക ഘടകങ്ങൾ അതിലെ എങ്ങനെ പങ്കുവഹിക്കുന്നത്, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മാർക്സിയൻ കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് രാഷ്ട്രം ഒരു വർഗ ഉപകരണമാണ് എന്നുള്ളത്, അതുപോലെ രാഷ്ട്രീയ സംവിധാനങ്ങള് സാമ്പത്തിക ഘടനയെ പ്രതിഫലിക്കുന്നതാണ് എന്നുള്ള ആശയം, അതുപോലെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ, ആഗോള മൂലധന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊക്കെയാണ് ഈ മാർക്സിയൻ കോൺസെപ്റ്റിന്റെ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണ് ഡിപ്പെൻഡൻസി സിദ്ധാന്തവും വേൾഡ് സിസ്റ്റം സമീപനവും. ഇത് ഡിപ്പെൻഡൻസി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾക്ക് ഒരു വികസിത രാഷ്ട്രമാവട്ടെ അവികസിത രാഷ്ട്രമാവട്ടെ പൂർണ്ണ അർത്ഥത്തില് ഒരു ഇൻഡിപെൻഡൻസി രാഷ്ട്രങ്ങൾക്കില്ല. പരസ്പരം അവര് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റവും നിലനിൽക്കുന്നത്. അപ്പൊ അത് വിശദീകരിക്കാനായിട്ട് ഈ ഒരു തത്വത്തിന് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഉത്തരാധുനിക ഘട്ടത്തിലേക്ക് നോക്കാം. അതായത് ആധുനിക ഘട്ടത്തിലെ ബിഹേവിയറലിസം ആയിരുന്നു ആധുനിക ഘട്ടത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ആധുനിക അനന്തരകാലം, പോസ്റ്റ് മോഡേൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പോസ്റ്റ് ബിഹേവിയറൽ കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി പോസ്റ്റ് ബിഹേവിയറൽ ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചില് മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും ഒക്കെ രാഷ്ട്രീയ പഠനത്തില് കൂടുതൽ ഉൾപ്പെടുത്താൻ, അതായത് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചറൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ മൂല്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതായത് വ്യക്തികൾക്ക് പ്രാധാന്യം ലഭിച്ച് വ്യക്തിയുടെ സമൂഹത്തിന്റെ ചിന്തകൾക്കും അവരുടെ ഇടപെടലുകൾക്കും ഒക്കെ തന്നെ ആധുനികമായിട്ടുള്ള സങ്കേതങ്ങളുടെ സ്വാധീനങ്ങൾക്കും ഒക്കെ തന്നെ ഇതില്
പഠനത്തില് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ പഠനത്തിൽ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ സാധ്യതകളെ കുറിച്ചും അതിൽ വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസിനെ കുറിച്ചുമാണ് പഠിച്ചത്. അപ്പൊ ഇത്രയാണ് ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.